ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ ഡിഗ്രിയിലേക്കും അതുപോലെ തന്നെ പി ജിയിലേക്കുള്ള അഡ്മിഷൻ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ഡിഗ്രി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഗുലർ നമ്മളിപ്പോൾ സാധാരണ ക്യാമ്പസിലൊക്കെ പോയി പഠിച്ച് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജിലൊക്കെ പോയി പഠിച്ച് നമ്മൾ നേടുന്ന ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള അതേ സെയിം സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്ന ഓൺലൈൻ ഡിഗ്രിയാണ്. ഈ ഓൺലൈൻ ഡിഗ്രീൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പി ജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ ക്ലാസ് ഉണ്ടാവും യൂണിവേഴ്സിറ്റിയുടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, വളരെ കുറഞ്ഞ ഫീ മതി. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് എക്സാമും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ എഴുതാം. ഈ വീട്ടിലോ നിങ്ങൾ വിദേശത്ത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിഗ്രി എടുക്കാം. ഇനി നിങ്ങളിപ്പോൾ നിലവിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇതിലേക്ക് മാറ്റാനുള്ള സ്കീമും പല രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരുപാട് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് പ്രോസ്പെക്ട്സും, അതായത് ഈ പറയുന്ന പി ജിയുടെയും എടുത്തിട്ടുണ്ട്, അതുപോലെ യു ജിയുടെയും ഡിഗ്രീൻ്റെ ഉണ്ട്, അതുപോലെ പി ജിൻ്റെ ഉണ്ട്. അപ്പോൾ രണ്ടും പറയും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആദ്യം പറയാം ഡിഗ്രിയുടേതാണ്. ഡിഗ്രിയിൽ തന്നെ അതിൻ്റെ മറ്റു കണ്ടീഷൻ, അതിൻ്റെ മറ്റു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് പി ജിയിലും വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രിയിൽ പറയുന്ന കാര്യങ്ങൾ, ഡിഗ്രിയുടെ പ്രോസ്പെക്ട്സ് വെച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മൾ പി ജിയുടെ പ്രോസ്പെക്റ്റിൽ റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ പ്രോസ്പെക്ട്സ് മുഴുവനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് സ്കീമുണ്ട്, ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോർ സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ മാറ്റണമെങ്കിൽ മാറ്റാം, അങ്ങനെയുള്ള സ്കീമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സ്കീമുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീണ്ടും റീജോയിൻ ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഏത് സബ്ജക്റ്റാണ് എളുപ്പം എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിലേക്ക് ചെയ്യാം. അതുപോലെ തന്നെ 3 ഇയർ ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 4 ഇയറിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ പോകാൻ നിങ്ങൾക്ക് വിത്ത് റിസർച്ചിൽ നിങ്ങൾക്ക് അവസാനിപ്പിക്കുക. ആ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷന് പോലെയുള്ള മറ്റു നോട്ടിഫിക്കേഷനൊക്കെയാണ് നമ്മൾ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ജോബുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസികളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ ചാനൽ കയറി വീഡിയോ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം ജോബ്സ് അങ്ങനെയുള്ള വീഡിയോസും മറ്റു ജോബ് അപ്ഡേഷനൊക്കെ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക, നമ്മുടെ ചാനലിന് സപ്പോർട്ടാവും. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോസ്പെക്ട്സിലേക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് യു ജിയുടെ, അതായത് ഡിഗ്രിയുടെ അഡ്മിഷനാണ്. നിങ്ങൾക്കൂടെ കാണാം, അക്കാദമിക് ഇയർ 2026-27 അപേക്ഷ നൽകാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് A to Z കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ റീഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നാണ് പറയുക, അതായത് CDOE എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് അതിൻ്റെ ഒരു തുടക്കമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് 1981 അത് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊറസ്പോണ്ടൻസ് ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ നമുക്ക് സ്ഥാപിതമായതാണ് കേട്ടോ. പിന്നെ അതിലൂടെ അത് വളർന്നു വന്ന ഒരുപാട് മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ നമുക്ക് ഏറ്റവും നൂതനമായ രീതിയിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് എക്സാം എഴുതാനുള്ള സ്കീം വരെ നമുക്ക് എത്തിച്ചു തന്നു എന്നുള്ളത് നമുക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാം എന്തുകൊണ്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളതും പാടെ അവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അതേ സെയിം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇവർ നൽകുന്നത്. അതുകൂടാതെ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് റാങ്കും കാര്യങ്ങളും പറഞ്ഞിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്നാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ നമുക്ക് നാക്കിൻ്റെ ആ ഒരു അക്രഡിഷൻ A+ ഗ്രേഡ് ഉണ്ട്. പിന്നെ CGP ഔട്ട് ഓഫ് 4 3.45 എന്നൊക്കെ പറയുന്നത് നല്ല അക്കാദമിക് പെർഫോമൻസ് ഉള്ള യൂണിവേഴ്സിറ്റിക്കൊക്കെ കൊടുക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ 3rd പൊസിഷൻ KIRF റാങ്കിങ്ങിൽ 2025 3rd പൊസിഷൻ ഉണ്ട്. അതുപോലെ 20th പൊസിഷനാണ് ഇന്ത്യ ടുഡേ MDR ബെസ്റ്റ് യൂണിവേഴ്സിറ്റി റാങ്കിൽ 2024. ദെൻ 48 യൂണിവേഴ്സിറ്റി വെച്ച് 2020 ഔട്ട്ലുക്ക് മാഗസിൻ ഇന്ത്യ റാങ്കിങ്ങിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ നിങ്ങളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ എടുക്കാൻ മറ്റു ഏജൻസികളിൽ പോയിട്ട് നിങ്ങൾ ഒരുപാട് ഫീ അടയ്ക്കണം, അവർക്കുള്ള സർവീസ് ചാർജ് കൊടുക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇതിലേക്ക് ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് നൽകും. വേറെ നമുക്ക് പുറമേ നിന്ന് ഒരു ഏജൻസിയുടെ ഒന്നും ആവശ്യമില്ല. യൂണിവേഴ്സിറ്റി നമുക്ക് ഈ ട്യൂഷൻ ഫീ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. അത് നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായിട്ട് ക്ലാസ്സും കാര്യങ്ങളും അതിൻ്റെ മറ്റു മെറ്റീരിയലും എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം, വീട്ടിലിരുന്ന് എക്സാം എഴുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം ഇൻഡെക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുക, എന്തൊക്കെ പ്രോഗ്രാമാണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ, കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്മിഷൻ റൂൾസ്,
സ്കീം ഫോർ ഓൺലൈൻ പ്രോഗ്രാംസ്, അതുപോലെ ഫ്രീ സ്ട്രക്ചർ, അതുപോലെ തന്നെ മോഡ് ഓഫ് ഫീ റെമിറ്റൻസ്, അതുപോലെ ഫീ കൺസെഷൻ ഉണ്ട്. ചില ഉദ്യോഗാർത്ഥികൾക്ക് ഫീ കൊടുക്കണ്ട, അതൊക്കെ പറയാം. ഫീ റീഫണ്ട് റൂൾസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കൂടെ കാണാം ഇക്വലൻസ് ഓഫ് ക്വാളിഫിക്കേഷൻ അക്കേർഡ് ത്രൂ കൺവെൻഷണൽ ആൻഡ് ഓൺലൈൻ മോഡ്. അതായത് കൺവെൻഷണൽ മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജിലൊക്കെ പോയിട്ട് നമ്മൾ സാധാരണ റെഗുലറായിട്ട് പഠിക്കുന്ന ഡിഗ്രി ഇല്ലേ, ആ ഡിഗ്രി നമ്മൾ നേടുന്നത്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഇപ്പം നമ്മൾ നേടാൻ പോകുന്ന ഡിഗ്രി ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പുതിയ ഒരു സ്കീമാണ് ഓൺലൈൻ. ഈ ഓൺലൈനായിട്ടുള്ള ഡിഗ്രിയും നമുക്ക് ഒരേപോലെയാണ് അതിൻ്റെ വാലിഡിറ്റി. അതായത് ഈ പറയുന്ന ഇക്വലൻസ്, അതായത് നമുക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന തുല്യമായിട്ടുള്ള അതേ നമുക്ക് റെഗുലറായിട്ട് വരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതിന് തുല്യമായിട്ട് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ ഓൺലൈനായിട്ട് ഡിഗ്രി എടുത്തവർക്കും കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന CDOE എന്ന് പറയും, അതായത് നമ്മുടെ സെൻറ്റർ ഫോർ നിങ്ങൾക്കൂടെ കാണുന്ന ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയും. ഇതാണ് CDOE എന്നാണ് കേട്ടോ ഷോർട്ടായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ നമുക്ക് നൽകുന്ന ഓൺലൈൻ ഡിഗ്രി, ഇനി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിലവിൽ നമുക്ക് ഡിഗ്രിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കൂടുതൽ കഴിയുമ്പോഴും നമുക്ക് പുതിയ പുതിയ കോഴ്സുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് നമുക്ക് 2 കാറ്റഗറി ഡിഗ്രിയും പിന്നെ ഒരു 3-4 PG ആണ്. ഇപ്പം അറബിക്കൊക്കെ PG വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ MCOM വന്നിട്ടുണ്ട്. അങ്ങനെ പുതിയതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവരുടെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ അവർക്കുള്ള ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇനി കൂടുതൽ UGC അംഗീകൃതമായിട്ടുള്ള കോഴ്സുകളും മറ്റതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന ഓൺലൈനായിട്ട് എടുക്കുന്ന ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ അഫിലിയേറ്റഡ് കോളേജ് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പോയിട്ട് പഠിച്ച് നേടുന്ന ഡിഗ്രിയും തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അതേ സെയിം എന്താണ് നമുക്ക് ആ ഒരു ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നുള്ളതാണ്. ഇനി പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിൽ നമുക്ക് ഉള്ളത് എന്നാണ്. അപ്പോൾ ഞാനതിൻ്റെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് കൺഫ്യൂഷൻ ഉണ്ടാകും ഏതൊക്കെ പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അതിൻ്റെ പോർട്ടലാണ്, ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. പ്രോഗ്രാംസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ ഏതൊക്കെ പ്രോഗ്രാംസ് ആദ്യം ഉണ്ട് നമുക്ക് നോക്കാം. UG പ്രോഗ്രാംസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് BA സോഷ്യോളജി ഓണേഴ്സ് ഡിഗ്രിയാണ്. ഈ ഓണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് വിത്തൗട്ട് ഓണേഴ്സിലും കിട്ടും. അതെങ്ങനെയാണെന്നുള്ള ഞാൻ പറയാം കേട്ടോ. അതുപോലെ BA ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ PG പ്രോഗ്രാംസിൽ നമുക്ക് വന്നിരിക്കുന്നത് MA സോഷ്യോളജി ഉണ്ട്, MA ഹിസ്റ്ററി ഉണ്ട്, MA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, MA എക്കണോമിക്സ് ഉണ്ട്, MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്, MCOM ഉണ്ട്, ഫൈനാൻസ്. ഓക്കെ, മുൻപ് PGയിൽ ഇത്ര എണ്ണം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു MA സോഷ്യോളജി, ഹിസ്റ്ററി, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. എക്കണോമിക്സ് ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ. അപ്പോൾ MA അറബിക്, MCOM ഒക്കെ പുതിയതായിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും നമുക്ക് കോഴ്സുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവലിൽ നമുക്ക് BA സോഷ്യോളജി, BA ഹിസ്റ്ററി നമുക്ക് അവൈലബിൾ ആണ്. PG ലെവലിൽ MA സോഷ്യോളജി, MA ഹിസ്റ്ററി, ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലേക്കൊക്കെ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് പറയുന്നത് നമ്മുടെ ഡിഗ്രിയുടെ പ്രോസ്പെക്ട്സ് ആണ് എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ പ്രോഗ്രാം ആണുള്ളത് വെച്ചാൽ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഇൻ ഹിസ്റ്ററി, അതായത് BA ഹിസ്റ്ററി, അതുപോലെ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി. ഓക്കെ, ഇതാണ് ഓണേഴ്സ് ഡിഗ്രിയാണ് രണ്ടും. ഇത് നമുക്ക് ഓണേഴ്സ് ഇല്ലാതെയും നമുക്ക് എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയാം. അപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, കംപ്ലീറ്റ് ഓൺലൈനാണ്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റ് ചെയ്യുക, നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. കംപ്ലീറ്റ് നമുക്ക് ഓൺലൈനാണ്. സ്കീം B കേട്ടോ. സ്കീം A ഉണ്ട് ഇതിൽ, അത് ഞാൻ പറയാം. സ്കീം A നമുക്ക് കുറച്ച് പാർഷ്യലി ഓൺലൈനും പിന്നെ നമുക്ക് എക്സാം ഒക്കെ നിങ്ങൾ അഫിലിയേറ്റഡ് കോളേജിലൊക്കെ പോയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം. അതിൽ പ്രത്യേകമായിട്ട് ABC ID യും DEB ID എന്ന് പറഞ്ഞ 2 ID ഉണ്ട്. ഈ ABC ID എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID ആണ്. മറ്റേ DEB ID ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ. ഈ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID എന്ന് പറയുന്നത് നിങ്ങളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ്സ് എല്ലാം ശേഖരിച്ച് വെച്ച് അത് പിന്നീട് നിങ്ങൾക്ക് എന്താണ് മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെയുള്ള ആ ഒരു രീതിക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID എന്ന് പറയുന്നത് ABC ID, ഇതിനെ അപാർ ID എന്നും പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിജിലോക്കർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ അപ്പാർ ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്പാർ ID ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുക്കുക, തെറ്റിച്ചൊന്നും കൊടുക്കരുത്. അതുപോലെ DEB ID നമുക്ക് അപ്പാർ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DEB ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ അതും വളരെ എളുപ്പമാണ്. നമുക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ആണ് അത്. നമുക്ക് നമ്മൾ ഈ പറയുന്ന ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യുന്നത്, ആ യൂണിവേഴ്സിറ്റി നമ്മൾ എന്താണ് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണോ എന്നൊക്കെ അതൊക്കെ നമുക്കൊരു ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ 2 ID. ഇത് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാക്കണം. അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ TC ഇതൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ TC പ്രത്യേകം ശ്രദ്ധിക്കണം. TC വളരെ നിർബന്ധമാണ്. TC ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ സ്കാൻഡ് കോപ്പി, നമ്മുടെ ഒറിജിനൽ TC നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ ഇതിന് അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് TC നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ എടുത്തല്ലോ, ഇപ്പോൾ BA സോഷ്യോളജി നിങ്ങൾ എടുത്തിരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വേറെ നമ്മുടെ ഈ പറയുന്ന സെൻറ്റർ ഫോർ നിക്കുറക്കാൻ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ TC നിങ്ങൾക്ക് പുതിയത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ ഒക്കെ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്താലോ ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന TC നിങ്ങൾക്ക് ഫ്രഷ് അവർ തരും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ TCയുടെ ഒറിജിനൽ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നാൽ TC ആവശ്യമില്ലാത്തൊരു കാറ്റഗറി ഉണ്ട്. നമുക്ക് TC ഇല്ലാതെ അപ്ലൈ ചെയ്യാം. TC ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. റെക്കമെൻഡേഷൻ ലെറ്റർ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ നിലവിൽ എന്തെങ്കിലും എന്താണ് മറ്റു റെഗുലർ ആയിട്ടോ ഡിസ്റ്റൻ്റ് ആയിട്ടോ നിങ്ങൾ കോളേജിലോ മറ്റ് സെൻറ്ററുകളിലോ ഒക്കെ എന്താണ് എന്തെങ്കിലും പ്രോഗ്രാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിഗ്രികളോ വേറെ എന്തെങ്കിലും കോഴ്സുകളോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഡിഗ്രി ഒക്കെ എടുക്കാം കേട്ടോ. അതിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഡിഗ്രി ചെയ്യാം, ഇതിൽ ഓൺലൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒക്കെ ചെയ്യാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ TC നിങ്ങൾ ആ കോളേജിലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നിങ്ങളുടെ കയ്യിൽ TC ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിലവിൽ എന്ത് ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ITയോ അല്ലെങ്കിൽ മറ്റു ഡിഗ്രികളോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ കിട്ടിയാൽ മതി. ആ റെക്കമെൻഡേഷൻ ലെറ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ നെയിം അതിൽ ഉൾപ്പെടുത്തണം, ജോയിനിങ് ഡേറ്റ് വേണം, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, ആ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ, അതായത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ നിങ്ങളുടെ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ പറയണം. അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, TCക്ക് പകരമായിട്ട് ആ ലെറ്റർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ലെറ്ററിൽ നിങ്ങൾ അവരുടെ സ്ഥാപനത്തിൻ്റെ സീലും മറ്റു കാര്യങ്ങളും സൈനും ഒക്കെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അത് നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ. TC വേണമെന്നില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് TC നിർബന്ധമാണ്. അപ്പോൾ TC നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരോ ഇനി TC നിങ്ങൾ വാങ്ങാൻ മറന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ പോയിട്ട് അന്വേഷിച്ചാലും മതി. അതിൻ്റെ നമുക്ക് TC അവർ തരും എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ കോപ്പി നമുക്ക് തരും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ മതി. TC വേണ്ട ആവശ്യമില്ല അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിഗ്രിയുടെ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ പറയുന്നത്. PGയുടെ അടുത്ത പ്രോസ്പെക്ട്സ് എടുത്ത് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഡിഗ്രിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 8 സെമസ്റ്റർ, 4 വർഷം ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിൽ 8 സെമസ്റ്ററാണ് ടോട്ടൽ വരിക. ഇനി നിങ്ങൾക്ക് തേർഡ് ഇയറിൽ നിങ്ങൾ എൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്, അതിൽ അവർക്ക് 6 സെമസ്റ്റർ ആയിട്ടാണ് വരിക. ഓക്കെ, 3 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 6 സെമസ്റ്റർ വരും കേട്ടോ. ഇനി അത് നിങ്ങളുടെ ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ഇയർ ആക്കാം അല്ലെങ്കിൽ 3 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി സ്പെഷ്യൽ നോട്ടിൽ പറയുന്നത് ഈ പറയുന്ന CUFI UGP എന്ന് പറയും. ഇത് പുതിയ സ്കീമാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമുക്ക് ഇപ്പോൾ ഉള്ള പുതിയ ഡിഗ്രിയുടെ ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രിയാണ്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ 3 ഇയർ ഡ്യൂറേഷനിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4 ഇയർ എന്നുള്ളതാണ് വരുന്നത്. അതാണ് CUFI UGP. ഇതിപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു സ്കീമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇയർ ഈ പറയുന്ന 3 ബ്രോഡ് പാത്വേസ് ആണ് നമുക്ക് ഈ ഒരു CUFI UGPയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ CUFI UGP എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നാണ് റീഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് റെഗുലറായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളില്ലേ, അപ്പോൾ ആ ഒരു സെയിം സ്കീം തന്നെയാണ് നമുക്കും പഠിക്കാനുള്ളത് എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ഒരേ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുക. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതേ സെയിം സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് 3 ഇയർ UG ഡിഗ്രി നിങ്ങൾക്കിത് 3 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഈ പറയുന്ന CUFI UGPയെ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് 4 വർഷത്തെ പ്രോഗ്രാം ആണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിഗ്രി ലഭിക്കും. ഓക്കെ, 3 വർഷം വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ്
സ്റ്റോപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് 4 ഇയർ ഡ്യൂറേഷനിലേക്ക് വേണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുക. ഇനി 4 ഇയർ ഡിഗ്രിയിൽ തന്നെ നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് മാറാനുള്ള സ്കീമും ഉണ്ട്. അപ്പോൾ അത് വെറുതെ മാറാനും പറ്റില്ല, അതിന് കുറച്ച് കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ 3 ഇയർ കഴിഞ്ഞ് നിങ്ങൾ എക്സിറ്റ് ആവുകയാണ്, നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് 3 ഇയറിൻ്റെ മുകളിലേക്ക് 4 ഇയറിലേക്ക് പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. അങ്ങനെ എക്സിറ്റ് ആവുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 133 ക്രെഡിറ്റ്സ് മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ക്രെഡിറ്റ്സിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ ആ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ കഴിഞ്ഞിട്ട് എക്സിറ്റ് ആവാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കും, സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ 75% മാർക്കോ അതല്ലെങ്കിൽ അതിന് CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണെങ്കിൽ മിനിമം 7.5 ആൻഡ് എബോവ് ആയിരിക്കണം. മിനിമം 7.5 കേട്ടോ, അല്ലെങ്കിൽ ശതമാനത്തിലാണെങ്കിൽ 75%. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് 6 സെമസ്റ്ററിൻ്റെത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ പറയുന്ന മിനിമം 75, അല്ലെങ്കിൽ CGPA ആണെങ്കിൽ 7.5 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറാൻ പറ്റും. ഓക്കെ, അതായത് 4 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന അറ്റ്ലീസ്റ്റ് 75% മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 7.5 മാർക്ക് ഉണ്ടായിരിക്കണം ലാസ്റ്റ് 6 സെമസ്റ്ററിൻ്റെത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിന് എലിജിബിൾ ആവും, ഓണേഴ്സ് വിത്ത് റിസർച്ച് സ്ട്രീമിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവും. അവിടെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ മാർക്കിൽ. ഈ പറയുന്ന SC/ST OBC അതുപോലെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, EWS ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഇവിടെ 75 എന്നുള്ളത് അവർക്ക് 70% മതി കേട്ടോ. 5% അവർക്ക് റിലാക്സേഷൻ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഈ നിശ്ചിത 75% മാർക്ക് അല്ലെങ്കിൽ 8.5 7.5% എന്ന് പറയുന്ന CGPA ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓണേഴ്സ് വിത്ത് റിസർച്ച് സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 133 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ്, 75% മാർക്കൊക്കെ ഉണ്ട്, നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങളത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സക്സസ്ഫുള്ളി നിങ്ങൾ ആ ഒരു റിസർച്ച് പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടാവും, മെൻറ്ററിൻ്റെ ഗൈഡൻസിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ റിസർച്ച് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം ഇവാലുവേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 12 ക്രെഡിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേടിയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു കരിക്കുലം പറയുന്നുണ്ട്. FIUGPയുടെ കരിക്കുലം 3 ബ്രോഡ് പാർട്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫൗണ്ടേഷൻ കമ്പോണൻസ് ആണ്. അതായത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സെം or സെക്കൻഡ് സെമ്മിലൊക്കെ നമുക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് അവിടെ ഇവിടെയൊക്കെയുള്ള കുറച്ച് സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാകുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഡിസിപ്ലിൻ സ്പെസിഫിക് പാത്വേ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അത് മേജർ ഓർ മൈനർ സബ്ജക്റ്റുകൾ, മേജർ നമ്മുടെ കോർ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് വരിക. പിന്നെ മൂന്നാമത്തേതായിട്ട് നിങ്ങൾക്ക് ഡിസിപ്ലിൻ സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഡിസർട്ടേഷൻ അങ്ങനെയുള്ള പ്രൊജക്റ്റ് വർക്ക് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഇയറിൻ്റെ സെമസ്റ്ററിൻ്റെ ഒക്കെ ലാസ്റ്റിലേക്ക് വരും, നമുക്ക് ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു 3 പാർട്ടൊക്കെ ആയിട്ടാണ് നമ്മുടെ FIUGP ഉള്ളത് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു സ്വിച്ച് ദെയർ മേജർ അറ്റ് ദ എൻഡ് ഓഫ് ദി സെക്കൻഡ് സെമസ്റ്റർ. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സെം കഴിഞ്ഞു, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എൻഡിലേക്ക് നമുക്ക് തോന്നുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഹിസ്റ്ററിയാണ് BA എടുത്ത് വിചാരിക്കുക, എനിക്കെന്താണ് സോഷ്യോളജി എടുക്കാനോ അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റ് എടുക്കാനോ ഒക്കെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോഴാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് സെമ്മൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കെന്താണ് എൻ്റെ ആ ഒരു മേജർ സബ്ജക്റ്റ് മാറ്റണം, ഞാൻ എടുത്ത ചോയ്സ് കറക്റ്റ് അല്ല, എൻ്റെ കരിയറിന് പറ്റിയതല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് മേജർ സബ്ജക്റ്റ് തന്നെ, നമ്മുടെ മേജർ കോർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് സ്വിച്ച് ചെയ്യാനുള്ള, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലേക്ക് മാറാനുള്ള ഓപ്ഷനും സെക്കൻഡ് സെമ്മിൻ്റെ എൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സഫീഷ്യൻറ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സൊക്കെ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയറിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം തരുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന സബ്ജക്റ്റ് എടുത്ത് ഇപ്പോൾ നമ്മൾ മുൻപുള്ള ഒക്കെ ഡിഗ്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന സബ്ജക്റ്റ് അതന്നെ പഠിക്കാന്നുള്ള, പിന്നെ അതിന് നമുക്ക് മാറാനെങ്കില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ് എന്ന് നമ്മൾ വിചാരിച്ച് നമുക്കത് മാറാനുള്ള സ്കീമും ഈ പറയുന്ന FIUGPയിൽ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക്
സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്ഷൻ ടു രജിസ്റ്റർ ഫോർ നിങ്ങൾക്കിവിടെ കാണാം ആൻഡ് അറ്റൻഡ് എ കോഴ്സ് വിത്തൗട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഓഫ് ദാറ്റ് കോഴ്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സും പാടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് രജിസ്റ്റർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഒന്നും ഇല്ലാത്തൊരു കോഴ്സ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന കോഴ്സിൻ്റെ പേര് ഓഡിറ്റ് കോഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് കോഴ്സ് എടുക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമോ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഇൻറ്റേർണലോ അതായത് നിങ്ങൾക്ക് ഫൈനൽ എക്സാമോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ജസ്റ്റ് അത് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കണം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യേണ്ട, അതിൻ്റെ എക്സാം എഴുതാനൊന്നും താല്പര്യമില്ല, എനിക്ക് നോളജാണ്, ജസ്റ്റ് എന്താണ് അതിലൊരു സ്കില്ല് ഉണ്ടാവണം, എനിക്ക് അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുള്ള നോളജ് ബിൽഡ് ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടി നമുക്ക് എക്സ്ട്രാ ഇതൊക്കെ നല്ലൊരു സ്കീമാണ്. അതായത് നമുക്ക് ഈ പറയുന്ന ഓഡിറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓഡിറ്റ് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് അതിൻ്റെ ക്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. നമുക്ക് ആ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലൈഫിൽ പിന്നീട് നമുക്ക് അതിൻ്റെ നമ്മൾ നേടിയിരിക്കുന്ന അറിവ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഈ ഓഡിറ്റ് കോഴ്സ് ഒരിക്കലും എന്തില്ല നമ്മുടെ ഫൈനൽ ഗ്രേഡ് കാർഡിലേക്ക് ഈ പറയുന്ന മാർക്കായിട്ട് ഓക്കെ നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, നമുക്ക് ഈ പറയുന്ന നമ്മുടെ പെർസെൻറ്റേജ് ആയിട്ടോ മാർക്കായിട്ടോ ഒന്നും വരില്ല. അപ്പോൾ ദ ഓഡിറ്റ് കോഴ്സ് വിൽ റെക്കോർഡ് ഇൻ ദ ഫൈനൽ ഗ്രേഡ് കാർഡ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. നമ്മുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് നമുക്ക് കിട്ടുന്ന സ്കോർ കാർഡിൽ എന്തുണ്ടായിരിക്കും, അത് ഓഡിറ്റ് കോഴ്സ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്യാൻ ബി യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ഗെയിൻ ഇൻ്റർ ഡിസിപ്ലിനറി നോളജ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർ ഡിസിപ്ലിനറി നോളജ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓഡിറ്റ് കോഴ്സ് നമുക്ക് ഒരിക്കലും നമ്മുടെ എന്താണ് സ്കോർ കാർഡിൽ നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ ഒന്നും നടക്കാത്തത് കൊണ്ട് നമ്മുടെ CGPA ഒന്നും അത് ആഡ് ചെയ്യില്ല. പക്ഷെ അത് ഓഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ എന്തുണ്ടായിരിക്കും സ്കോർ കാർഡിൽ കാണിക്കുകയുള്ളൂ. അല്ലാതെ CGPA അല്ലെങ്കിൽ പെർസെൻറ്റേജിനെ ഒന്നും ഇത് കണക്കാക്കാൻ ഉപയോഗിക്കില്ല. ഓക്കെ, കാരണം ഇതിൽ നമുക്ക് ഈ പറയുന്ന എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നടത്തൂല. നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി മാക്സിമം നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് ഒരു സെമസ്റ്ററിൽ നമുക്ക് മാക്സിമം 30 മാക്സിമം നമ്പർ ക്രെഡിറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ഓക്കെ നമ്മളിത് ഈ 3 ഇയർ കംപ്ലീറ്റ് ചെയ്യാതെ അതിൻ്റെ മുന്നേ നമ്മൾ നിർത്താനുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിർത്തുന്ന സമയത്ത് എന്ത് തരുന്നറിയാം, കോഴ്സസ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഓക്കെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആണ്. ഇപ്പോൾ നിങ്ങൾ 3 വർഷത്തെ കോഴ്സ് നിങ്ങൾ ഒരു 2 വർഷം കൊണ്ട് നിർത്തുകയാണ്, എന്തെങ്കിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാം, അപ്പോൾ നിർത്തുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിർത്തുന്ന സമയത്ത് കോഴ്സസ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റീ എൻട്രിക്കുള്ളൊരു പ്രൂഫാണ്. കണ്ടോ, ഇവിടെ നിർത്തി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമ്മുടെ കോഴ്സിൽ ചേരാൻ പറ്റും. ഈ പറയുന്ന ഇപ്പോൾ ഞാൻ BA ഹിസ്റ്ററി പഠിക്കുകയാണ്, 2 വർഷം കഴിഞ്ഞു, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞാൻ നിർത്തി. അപ്പോൾ ഞാൻ നിർത്തുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഈ പറയുന്ന കോഴ്സസ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 വർഷം പാടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ 2 വർഷം ഡിഗ്രി പഠിച്ചല്ലോ, ഇനി ഒരു വർഷം പാടെ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീ എൻട്രി ലഭിക്കും. ഓക്കെ, നമുക്ക് റീ എൻട്രി ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് മറ്റു ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല, ഈ അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ ആയിക്കൊള്ളുന്നില്ല, അപ്പോൾ നമുക്ക് മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എന്താണ് റീ എൻട്രി ലഭിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അത് അംഗീകരിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മുടെ ക്രെഡിറ്റ്സ് പ്രിസർവ് ചെയ്യുന്നതിനും ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ നിങ്ങൾക്ക് റീ അഡ്മിഷൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്കിത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആർ പെർമിറ്റഡ് ടു ഡിസ്കണ്ടിന്യൂ ദ പ്രോഗ്രാം ആൻഡ് ടേക്ക് റീ അഡ്മിഷൻ but the total duration of completing the program shall not exceed 6 years for 3 year program. അപ്പോൾ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 3 year ഡ്യൂറേഷനുള്ള ഡിഗ്രി ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ നിങ്ങൾക്ക് 6 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രി ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഏത് സർട്ടിഫിക്കറ്റ്, ഇതാ കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഡിഗ്രി 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് ടോട്ടൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, പിന്നെ ഞാനൊരു 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ് വന്ന് എനിക്ക് ജോയിൻ ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇനി ഞാനൊരു 5 വർഷം കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 2 വർഷം ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 5 വർഷം, അപ്പോൾ ടോട്ടൽ 7 വർഷമായി പോകും.
ഓക്കെ. അപ്പോൾ 7 വർഷം പറ്റില്ല, മാക്സിമം 6 വർഷം. ഈ 6 വർഷത്തിൻ്റെ ഉള്ളിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റീ അഡ്മിഷൻ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതേ അതിൻ്റെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 ഇയർ ഡ്യൂറേഷനുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 6 വർഷം, ഇനി 4 ഇയർ ഡ്യൂറേഷനുള്ള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് 8 വർഷം വരെ എന്ത് ചെയ്യും, നമുക്ക് ഈ പറയുന്ന ചാൻസ് ഉണ്ട്, റീ അഡ്മിഷനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 6 വർഷമോ അല്ലെങ്കിൽ 8 വർഷമോ നമ്മൾ കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ എന്താണ്, നമ്മളെ ഫ്രഷ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഓക്കെ, പഴയതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും അംഗീകരിക്കില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, ഈ ഡ്യൂറേഷൻ 3 ഇയർ ഡ്യൂറേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 6 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഈ 3 ഇയർ പ്ലസ് 3 ആണ് കേട്ടോ കൂട്ടുക. അപ്പോൾ 3 ഇയർ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അത് കഴിഞ്ഞ് നമുക്ക് ഒരു 3 ഇയറും പറഞ്ഞ് എന്ത് ചെയ്യും, അവർ അംഗീകരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, റീ അഡ്മിഷൻ എടുക്കണം. 4 ഇയർ ഡ്യൂറേഷനിലാണെങ്കിൽ 4+4 നമുക്ക് 8 വർഷമുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ പ്ലസ് 4 വർഷം പാടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം, വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള സ്കീമാണ് കേട്ടോ. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ഫർ ഓഫ് സ്ട്രീം ചേഞ്ച്, ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സെൻറ്റർ ഫോർ നിങ്ങൾക്കിവിടെ കാണാം ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതായത് CDOE എന്ന് പറയും. ഈ CDOEയിൽ നിന്ന് കോളേജുകളിലേക്കോ യൂണിവേഴ്സിറ്റികളിലേക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിന്ന് CDOEയിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രാൻസ്ഫർ വാങ്ങാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എനിക്ക് എന്ത് ചെയ്യാണ്, കോളേജിലെ പഠനം നിർത്തണം, എനിക്ക് ചില സാമ്പത്തിക ബാധ്യതയൊക്കെ കണ്ട് കോളേജിലെ പഠനം നിർത്തി ബാക്കി എനിക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന CDOEയിലേക്ക്, അതായത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് എനിക്ക് മാറണം. അങ്ങനെ മാറാനുള്ള സ്കീം നമുക്ക് ഈ പറയുന്ന നമ്മുടെ CDOE തരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് മാറാം വിത്ത് സ്ട്രീം. അതുപോലെ തന്നെ നിങ്ങൾ ഏതാ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മാറാൻ പറ്റും. അത് റെഗുലർ ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഏത് മോഡാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ട്രൈ ചെയ്യാം. അതായത് നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസിലേക്ക് മാറാം, ഇനി അതല്ലെങ്കിൽ ഓൺലൈനിലേക്ക് മാറാം. ഇനി ഓൺലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വേണമെങ്കിൽ മാറാം, ഇനി ഡിസ്റ്റൻസിലേക്ക് മാറാം, എങ്ങനെ വേണമെങ്കിലും മാറാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഇത് വലിയൊരു ഓപ്ഷനാണ്. കാരണം ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് പഠിച്ച് തുടങ്ങിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രാരാബ്ദം കൊണ്ട് നമുക്ക് പണിക്കൊക്കെ പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി അതല്ല ഓൺലൈനായിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് ക്യാമ്പസ് ലൈഫൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോളേജിൻ്റെ സീറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനും ട്രൈ ചെയ്യാം ട്രാൻസ്ഫറിന്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ട്രാൻസ്ഫർ ഫ്രം CDOE ടു കോളേജ് ഷാൽ ബി പെർമിറ്റഡ് സബ്ജക്ട് ടു അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഏത് സ്ഥാപനത്തിലേക്കാണോ നമ്മൾ കൊടുക്കുന്നത് ആ കോളേജിൽ എന്തായിരിക്കണം, സബ്ജക്റ്റ് അതിൻ്റെ ആ ഒരു സീറ്റ് അവൈലബിലിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ, അത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എത്ര കുട്ടികൾ അവിടെ ഇരുത്താൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് ട്രാൻസ്ഫർ തരുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫ് എനി കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി വിഷിംഗ് ടു ജോയിൻ ദ CDOE നിങ്ങൾക്ക് കാണാം റെസ്യൂമിംഗ് ദെയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇറസ്പെക്റ്റീവ് ദെയർ മോഡ് ഓഫ് സ്ട്രീംസ് സ്റ്റഡിങ് ദ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൽ ബി അഡ്മിറ്റഡ് ടു ദ കൊറസ്പോണ്ടിങ് പ്രോഗ്രാം ഇൻ CDOE. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുകളിൽ പറഞ്ഞ സംബന്ധം തന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന CDOEയിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ഏത് മോഡ് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ സ്ട്രീമാണ് എന്നതൊന്നും ഒരു വിഷയമല്ല, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നല്ല സ്കീമാണ്. ഇനി എലിജിബിലിറ്റിയാണ് ഈ അഡ്മിഷനുള്ള. അപ്പോൾ എലിജിബിലിറ്റിയിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാമെന്നുള്ള ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ നിങ്ങൾ പാസ്സായിരിക്കുക. +2 ആണ് യോഗ്യത, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ +2 സർട്ടിഫിക്കറ്റിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, ഇപ്പോൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, ഈ ഒരു ടേം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്, പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി കൊടുക്കുന്ന എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവരും എന്താണ് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് പോലെയുള്ള ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഓക്കെ, ഇനി അഫ്സലുൽ ഉലമ പ്രിലിമിനറി കോഴ്സ് ഉണ്ടല്ലോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് കണ്ടക്ട് ചെയ്യുന്ന, അത് നമ്മുടെ +2 ഹ്യൂമാനിറ്റീസിനെ ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അഫ്സലുൽ ഉലമ പ്രിലിമിനറി കോഴ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിഗ്രിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമുക്ക് BA സോഷ്യോളജിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഈ പറയുന്ന +2 പാസ്സായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അഫ്സലുൽ ഉലമ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അപ്ലൈ. ഇനി ഹിസ്റ്ററി ആണെങ്കിൽ ഇതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അത് പറയേണ്ടതില്ലല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി നിങ്ങൾ വേറെ എന്തെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്തുണ്ടാവും. TC ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്ത് നമ്മൾ TC വാങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഡിഗ്രി ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ BA ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു, BA സോഷ്യോളജി പഠിക്കണമെങ്കിൽ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റും, അഡീഷണൽ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി പെർസ്യൂയിങ് 2 അക്കാദമിക് പ്രോഗ്രാംസ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ 2 അക്കാദമിക് പ്രോഗ്രാം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് റെഗുലർ ആയിട്ടും ഒന്ന് ഓപ്പൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ, ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓവർലാപ്പിംഗ് ആകരുത് ക്ലാസ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഡിഗ്രി എന്താണ്, ഞാൻ BSc പഠിച്ചുകൊണ്ടിരിക്കുക വിചാരിക്കുക, BSc എവിടെയെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താണ് BA ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുണ്ട്. ആ BSc ഏതെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അവിടുന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങാൻ, ഞാൻ നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിയിട്ട് എനിക്ക് BA ഹിസ്റ്ററിക്ക് അഡ്മിഷൻ എടുക്കാം ഓൺലൈനിൽ. അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ക്ലാസ് എന്ത് ചെയ്യരുത്, ഇപ്പോൾ ഞാൻ ഡേ ടൈമിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന BA ഹിസ്റ്ററിക്കും ക്ലാസ് ഉണ്ട്, അത് ഓവർലാപ്പ് ആകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരേ സമയത്ത് നമ്മൾ ക്ലാസ് പോകുന്ന സമയത്ത് ആകാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ സമയത്ത് 2 പ്രോഗ്രാം കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് എനിക്ക് BScയും കിട്ടും, എനിക്ക് BAയും കിട്ടും, ഡബിൾ ഡിഗ്രി നമുക്ക് കിട്ടി. ഓക്കെ, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കോഴ്സ് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളിപ്പോൾ ഇതിൽ ഓൺലൈൻ പ്രോഗ്രാമിൽ ചേർന്ന്, അതേപോലെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ഏതെങ്കിലും കോളേജിൽ പോകണമെങ്കിൽ അതിന് നിങ്ങൾക്ക് വേറെ ഡിഗ്രി എടുത്ത് പഠിക്കുകയും ചെയ്യാം, അതിലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അഡീഷണൽ UG PG അതുപോലെ ഇൻ്റഗ്രേറ്റഡ് PG ഒക്കെ നിങ്ങൾ എടുക്കുന്നവർക്ക് ഫീ കൺസെഷൻ ഉണ്ടാവില്ല എന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു ഡിഗ്രി ഉണ്ട്, ഇതിൽ കുറച്ച് ഫീ കൺസെഷൻ ഉണ്ട്, അത് ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാനിത് പറയാം കേട്ടോ, അഡീഷണൽ ഡിഗ്രി എടുക്കുന്നവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. ഇനി സ്കീം ഫോർ ഓൺലൈൻ പ്രോഗ്രാം, ഇതിൻ്റെ സ്കീം കാര്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. 2 സ്കീമാണ് നമുക്ക് നിലവിൽ ഓൺലൈൻ ഈ പറയുന്ന ഡിഗ്രിയുടെ 2 സ്കീമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. സ്കീം എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടാവും, യൂണിവേഴ്സിറ്റി നടത്തുന്ന ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ആ ഓൺലൈൻ ക്ലാസ് നമുക്ക് ഓൺലൈൻ മാത്രമാണ്, നമ്മൾ ഏതെങ്കിലും അഫിലിയേറ്റഡ് കോളേജിലോ അല്ലെ മറ്റു സൺഡേ ബാച്ചുകളിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല, വേറെ മറ്റു ഒരു റിസോഴ്സസും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് എന്താണ് ഇവർ തരും. പക്ഷേ ഇതിന് എക്സാമിനേഷനും അതുപോലെ കണ്ടിന്യൂസ്, അതായത് ഇൻറ്റേർണൽ എക്സാമും അതുപോലെ സെമസ്റ്ററിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അഫിലിയേറ്റഡ് കോളേജിലായിരിക്കും വെച്ച് നടത്തുക. ഓക്കെ, അപ്പോൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനൊക്കെ നമ്മൾ റെഗുലർ ബാച്ച് ഉണ്ടല്ലോ, ഇപ്പം നിലവിൽ ഏതാണോ നമ്മുടെ ബാച്ച് ഓൺ ഗോയിങ് ആയിട്ടുള്ള ബാച്ച് ഏതാണോ ഫസ്റ്റ് ഇയർ ആണ്, ഫസ്റ്റ് ഇയറുടെ കൂടെ തന്നെ നമുക്ക് എന്താണ് എക്സാം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ കണ്ടിന്യൂസ് എക്സാമിനേഷൻ, ഇൻറ്റേർണൽ എക്സാമിനേഷനും നമുക്ക് ഈ പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററുകൾ വെച്ചിട്ടാണ് ഉണ്ടാകുക. ഓക്കെ, അത് സൺഡേ അല്ലെങ്കിൽ മറ്റു ഹോളിഡേയ്സിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. ഓക്കെ, ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററുകൾ ഉണ്ടാവും ഈ പറയുന്ന CDOയുടെ അവിടെ വെച്ചിട്ടായിരിക്കും നടക്കുക, അപ്പോൾ അവിടെ പോകേണ്ടി വരും. അപ്പോൾ സ്കീം A എന്താണ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഇടയ്ക്ക് ക്ലാസ്സൊക്കെ ഓക്കെ ഓൺലൈൻ ഞാൻ കേട്ടോളാം, എനിക്ക് എക്സാമൊക്കെ എന്താണ് എനിക്ക് റെഗുലറായിട്ടുള്ള മറ്റു കോളേജുകളിൽ പോയിട്ട് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് കോളേജിലുള്ള റെഗുലറായിട്ട് എക്സാം അതിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ പോയിട്ട് ആ രീതിയിൽ എഴുതാൻ പറ്റും, എനിക്ക് യാത്ര പ്രശ്നമില്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സ്റ്റേ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, എനിക്ക് ജോലി പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ സ്കീം A ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കീം A എന്ന് പറയുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ എക്സാമിനേഷന് ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എനി ഇന്ത്യൻ സ്റ്റുഡൻസ് ക്യാൻ ജോയിൻ. അപ്പോൾ സ്കീം Aയിലേക്ക് ഏതൊരു ഇന്ത്യൻ സ്റ്റുഡൻസിനും എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാം, ഫോറിനേഴ്സിന് പറ്റില്ല. പക്ഷേ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ എവിടെ ഉണ്ടാവുള്ളൂ, ഈ ജില്ലകൾ മാത്രമേ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ഉണ്ടാവുള്ളൂ. അപ്പം മറ്റു ജില്ലകളിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് എഴുതേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് നിങ്ങൾക്ക് സ്കീം B ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ സ്കീം B ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്റ്റുഡൻസിന് ഈ സ്കീം A മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം അവർക്ക് ഓൺലൈനിൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ബ്ലൈൻഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കീം A മാത്രം അവർ കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് സ്കീം B ആണ് ഏറ്റവും വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മുടെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമുക്ക് എക്സാം ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് എഴുതാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നമുക്ക് കോപ്പി അടിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നു, അതൊന്നും നടക്കില്ല, കറക്റ്റായിട്ട് നിങ്ങളെ മോണിറ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫുള്ളി ഓൺലൈൻ പ്രോഗ്രാമാണ് ലേണേഴ്സിനുള്ള. ക്ലാസ് ആൻഡ് എക്സാമിനേഷൻ ബോത്ത് കണ്ടിന്യൂസ് ആൻഡ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എല്ലാം എന്താണ് നമുക്ക് ഓൺലൈനാണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോറിനേഴ്സിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് സ്കീം B. ഇന്ത്യയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്കീം Bയിലേക്ക് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ സ്കീം Aയിലേക്ക് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ സ്കീം Bയിലേക്ക് ആർക്കും വേണമെങ്കിലും ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം, ഫോറിനേഴ്സിനെയാണ് ഇത് കൂടുതൽ അട്രാക്ട് ചെയ്യുക. ഓക്കെ,
പിന്നെ ഇനി നിങ്ങളെ അബ്രോഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സ്കീമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് മാറിയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, തമിഴ്നാടോ മറ്റ് നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ സ്യൂട്ടബിളാണ് സ്കീം ബി. അപ്പോൾ സ്കീം ബി നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്, എനിക്ക് ക്ലാസ്സിലൊന്നും പോകണ്ട, എനിക്ക് വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നുള്ളവർക്കും സ്കീം ബി സ്യൂട്ടബിളാണ്. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാം, അതിൻ്റെ ക്ലാസ് ഉണ്ടാവും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് PSC അല്ലെങ്കിൽ UPSC എക്സാമൊക്കെ എഴുതുന്നില്ലേ, അതിനൊക്കെ വേണ്ടി പഠിക്കുന്നവർക്കൊക്കെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ സ്കീം ബി ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിലും കൂടുതൽ ഡൗട്ട് കാര്യങ്ങളുടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഫെസിലിറ്റി സ്കീം ബി വെറുതെ നമ്മൾ എടുത്താൽ പോരാ, നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നിർബന്ധമാണ്. നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ലിനക്സ് നമുക്ക് അപ് ടു ഡേറ്റ് വേർഷൻ ഉണ്ടായിരിക്കണം നമ്മളെ സിസ്റ്റത്തിൽ. അതുപോലെ വെബ് ബ്രൗസർ അപ്ഡേറ്റഡ് ക്രോം ബ്രൗസർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. പിന്നെ ഹാർഡ്വെയർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഇതിലേതോ ഒന്ന് വേണം. വിത്ത് വെബ് ക്യാമ് വേണം, വർക്കിംഗ് വെബ് ക്യാമ് വേണം, മൈക്രോഫോണും വേണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഹാർഡ്വെയർ പാർട്ടിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് വേണം. ഇൻ്റർനെറ്റ് കണക്ഷന് സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് 10 Mbps അപ്ലോഡ് സ്പീഡും അതുപോലെ തന്നെ അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ 25 മില്യൺ സെക്കൻഡിലുള്ള ആ ഒരു സ്പീഡ് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ലെസ് ദാൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ കൂടാൻ പാടില്ല, 25 മുകളിൽ പോകാൻ പാടില്ല, 25 താഴോട്ടാകണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പീഡ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഓൺലൈൻ എക്സാം ഒക്കെ നിങ്ങൾക്ക് ഇതാ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അതാണിപ്പോൾ നമ്മളൊരു ഇറക്കേണ്ട ഒരു കോസ്റ്റ്. ഓക്കെ, കാരണം എക്സാം എപ്പോഴാണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ എന്നാൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം, ആ രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ നമ്മളെ കയ്യിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സ്കീം എയിലേക്കും കേരളത്തിലുള്ളവർക്കും, ഇനി അതല്ല അതർ സ്റ്റേറ്റിലുള്ളവർക്കും, ഇനിയിപ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള ആർക്കും വേണമെങ്കിൽ സ്കീം എയിൽ അപ്ലൈ ചെയ്യാം. സ്കീം എയിൽ പുറത്തുള്ളവർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. എന്നാൽ സ്കീം ബി എന്ന് പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിലുള്ളവർക്കും മറ്റു സ്റ്റേറ്റിലുള്ളവർക്കും ഫോറിനേഴ്സിനും ആർക്കും വേണമെങ്കിലും സ്കീം ബിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫീ സ്ട്രക്ചറാണ് അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ഫീ എമൗണ്ടാണ് വാങ്ങുന്നത്. ഇവിടെ കണ്ടത് നിങ്ങൾക്ക് 630 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരുന്നത്. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 265 രജിസ്ട്രേഷൻ ഫീ ആയിട്ട് വരും. പിന്നെ ഇവിടെ USD എന്ന് പറയുന്നത് ഇത് ഫോറിനേഴ്സിനുള്ള ഡോളറാണ് കേട്ടോ. ഫോറിനേഴ്സ് ആരെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് അവർക്ക് ഡോളറിലാണ് എമൗണ്ട് കണക്കാക്കുക. ഇനി മറ്റു ഫീസിൽ വരുന്നത് BA ഹിസ്റ്ററി സോഷ്യോളജി ആണെങ്കിൽ സ്കീം എയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അഡ്മിഷൻ ഫീ 1080, SLM ഫീ എന്ന് പറയും, സെൽഫ് ലേണിംഗ് മൊഡ്യൂൾസ് എന്ന് പറയും, നമുക്ക് ലേണിംഗ് മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളൊക്കെ 1080 വരും. ട്യൂഷൻ ഫീ ഒരു 1575, കോഷൻ ഡെപ്പോസിറ്റ് ഒരു 1575. ഇനി സ്കീം ബി ആണെങ്കിൽ ഇതേതാ എമൗണ്ട് ഇതാ. ഇവിടെ ട്യൂഷൻ ഫീ കുറച്ച് കൂടും, കാരണം സ്കീം ബി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഓൺലൈനായിട്ട് ക്ലാസ്സും ഓൺലൈൻ എക്സാമും ഒക്കെ കണ്ടക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിൻ്റെ ചിലവുകൾ അവർക്ക് ഉണ്ടാവും, അതിനനുസരിച്ച് ചെറിയൊരു എമൗണ്ട് കൂടും. ഓക്കെ, 1000 രൂപ വ്യത്യാസം വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ ഫോറിനേഴ്സ് തന്നെ അവർക്ക് വേറെ തന്നെ ഡോളറിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമുക്ക് ആദ്യം ഇനിഷ്യലി നമുക്ക് വരുന്ന ഒരു ചാർജ്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 5000-6000 രൂപ നമുക്ക് മൊത്തത്തിൽ വരും. ഓക്കെ, ഇനി എക്സാം ഫീ പറഞ്ഞിട്ട് നമുക്ക് വരുന്നതാണ്. നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. സ്കീം എയിലാണെങ്കിൽ 210, സ്കീം ബിയിലാണെങ്കിൽ 420 രൂപയും വരും. ഇനി SC/ST അതുപോലെ OEC സ്റ്റുഡൻസിന് രജിസ്ട്രേഷൻ ഫീ അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ്സ് മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള ഫസ്റ്റ് സെമസ്റ്റർ അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ്സ് അതാ ഫസ്റ്റ് അഡ്മിഷൻ, അത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീയും കോഷൻ ഡെപ്പോസിറ്റും മാത്രം കൊടുത്താൽ മതി. പിന്നീട് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ടതില്ല. അതായത് സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, വേറെ ഒന്നും കൊടുക്കേണ്ട. അതൊക്കെ കൊടുക്കേണ്ട രജിസ്ട്രേഷൻ ഫീയും കോഷൻ ഡെപ്പോസിറ്റ്സും അത് നമുക്ക് ഏകദേശം ഒരു 2000 താഴെയല്ലേ വരുന്നുള്ളൂ. ഓക്കെ, ആ ഒരു എമൗണ്ട് അവർക്ക് വരുള്ളൂ SC/ST OEC കാൻഡിഡേറ്റ്സിന്. എന്നാൽ സെക്കൻഡ് സെമസ്റ്റർ മുതൽ നമുക്ക് എത്ര സെമസ്റ്ററാണോ ഉള്ളത് അതിൽ ഓരോ സെമസ്റ്റർ വൈസ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഫീ വരിക. സ്കീം ആണെങ്കിൽ ടോട്ടൽ നമുക്ക് 2625 രൂപ പെർ സെമസ്റ്റർ വരും. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് ഈ എമൗണ്ട് കൊടുക്കണം, തേർഡിൽ കൊടുക്കണം, ഫോർത്തിൽ കൊടുക്കണം, ഫിഫ്ത്തിൽ, സിക്സ്ത്തിൽ അങ്ങനെ പോകും. ഇനി സ്കീം ബി ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, 1000 രൂപ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, 3675 രൂപ നമ്മൾ ഓരോ ഈച്ച് സെമസ്റ്ററിൽ നമ്മൾ കൊടുക്കണം. ഇവിടുന്ന് അങ്ങോട്ട് സെക്കൻഡ് സെമസ്റ്റർ ഓൺവാർഡ്സ്. സെക്കൻഡിൽ കൊടുക്കുക അതേ എമൗണ്ട്, തേർഡിൽ ഇതേ എമൗണ്ടിനാണ്, ഫോർത്തിൽ. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് ഞാൻ പറയില്ലേ എക്സാം ഫീ ആയിട്ടാണ്, എക്സാം രജിസ്ട്രേഷൻ ഫീ ആയിട്ടൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ വളരെ നമുക്കൊരു സെമസ്റ്ററിൽ തന്നെ നമുക്ക് ഏകദേശം
അല്ല ഒരു ഇയറിൽ നമുക്ക് 2 സെമസ്റ്റർ കണക്കാക്കാം. 2 സെമസ്റ്ററിലേക്ക് നമുക്കൊരു 6 രൂപ 7 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്കെന്താണ് നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ഓൺലൈൻ ഡിഗ്രി ഒക്കെ ആണെങ്കിൽ വർക്കിന് പോകാം. നമുക്ക് തന്നെ നമുക്ക് വർക്ക് ചെയ്തിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഫീ കൺസെഷൻ നമ്മൾ പറഞ്ഞു SC/ST OEC കാറ്റഗറിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന ട്യൂഷൻ ഫീ, അഡ്മിഷൻ ഫീ, SLM ഫീ, എക്സാം ഫീ ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, ഇവർക്ക് രജിസ്ട്രേഷൻ ഫീയും ക്വസ്റ്റൻ ഡെപ്പോസിറ്റ്സും മാത്രം കൊടുത്താൽ മതി. പിന്നെ സെക്കൻഡ് സെമസ്റ്റർ ഒൻവാർഡ്സ് ഇവർക്ക് ഫ്രീ ആണ്, യാതൊന്നും കൊടുക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ SC/ST OEC കാറ്റഗറിക്ക് ഫീ കൺസെഷൻ ലഭിക്കണമെങ്കിൽ അവർ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഗ്രാൻഡ് പോർട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അവരെ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് ഫീ കൺസെഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ. ഇനി OBC സ്റ്റുഡൻസിനും എക്സ്ട്രാ ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും യാതൊരുവിധ ഫീ കൺസെഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, എക്സ്ട്രാ ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന SC/ST OEC കാൻഡിഡേറ്റ്സ് തന്നെ BA സോഷ്യോളജി അവർ കഴിഞ്ഞതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവർ BA ഹിസ്റ്ററി എടുക്കുകയാണ് ഓൺലൈൻ വഴി. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല, അവർ SC/ST OEC ആണെങ്കിൽ വരെ പോലും അവർക്ക് ഈ പറയുന്ന ഫീ റിലാക്സേഷൻ ഉണ്ടാവില്ല. അത് അഡീഷണൽ ആയിട്ട് എടുക്കുന്ന ഡിഗ്രിയാണ്. ഓക്കെ, മിനിമം ഈ ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ സഹായിക്കുക. മറ്റേത് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും കേട്ടോ, SC/ST OEC അഡീഷണൽ ഡിഗ്രി എടുക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് നിങ്ങൾക്ക് ഫീ റീഫണ്ട് റൂൾസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീ ഒരിക്കലും റീഫണ്ട് ലഭിക്കില്ല. നമ്മൾ ഇനിഷ്യലി കൊടുക്കുന്ന ഒരു ചെറിയ എമൗണ്ട് ഇല്ലേ, അതൊരിക്കലും റീഫണ്ട് ഉണ്ടാവില്ല. പിന്നെ റീഫണ്ടിൻ്റെ പെർസെൻറ്റേജ്, അതായത് ഇതിൻ്റെ ആ ഒരു ക്ലോസിംഗ് ഡേറ്റിൻ്റെ 15 ദിവസത്തിൻ്റെ മുൻപാണ്. അതായത് നമ്മളിത് അപേക്ഷ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 15 ദിവസത്തിൻ്റെ മുൻപാണ്. 15 ദിവസത്തിന് മുൻപല്ല, 15 ദിവസം അതിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ ആണെങ്കിൽ നിങ്ങൾക്ക് 100% റീഫണ്ട് ലഭിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂലൈ 30-നാണ് ക്ലോസ് ആകുന്നത്. അപ്പോൾ ഞാൻ ജൂലൈ 1-ലൊക്കെയാണ് ഞാൻ എന്താണ് റീഫണ്ട്, എനിക്ക് കോഴ്സ് വേണ്ട എന്ന് ഞാനത് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കും. അത് 15 ദിവസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ 15 ദിവസം വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, 15 ദിവസത്തിൻ്റെ മുകളിലേക്കായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി 90% കിട്ടും നിങ്ങൾക്ക് 15 ദിവസത്തിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ. ഇനി 80% കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ഡേറ്റിൻ്റെ ആ അഡ്മിഷൻ്റെ അതിന് താഴെയോ അല്ലെങ്കിൽ ആഫ്റ്റർ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ 80% ആണ്. പിന്നെ 30 ഡേയ്സ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% കിട്ടുള്ളൂ. ഇനി മോർ ദാൻ 30 ഡേയ്സ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റ് ഓഫ് അഡ്മിഷന് കംപ്ലീറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് 30 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ 0% നമുക്ക് റീഫണ്ട് ഒന്നും തന്നെ ലഭിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്തിട്ട് റീഫണ്ട് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ വേണം, പാസ്പോർട്ട് നമ്പർ ഏതെങ്കിലും ഒന്ന് വേണം, ഇമെയിൽ ID, വാലിഡ് മൊബൈൽ നമ്പർ വിത്ത് കൺട്രി കോഡ്. ആധാറാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഫയൽ സൈസ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെയാണോ നിങ്ങളുടെ എലിജിബിലിറ്റി അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, TC നിർബന്ധമാണ്. TC ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്ററോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിന് പകരമായിട്ട് ABC ID നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, DEB ID ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഡിഗ്രിയുടെ ഈ പ്രോസ്പെക്ട്സ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കറക്റ്റ് നിങ്ങൾക്ക് ടൈമിൻ്റെ ഉള്ളിൽ വിളിച്ചാൽ അവർ റിപ്ലൈ തരും. മെയിലും ഉണ്ട്, മെയിൽ IDയിലും നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് PGയുടെയും പാടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും പാടെ, അതുപോലെ DEB ABC ID അതിനെക്കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ രണ്ടാമത്തെ പ്രോസ്പെക്ട്സ് നമ്മുടെ PGയുടെ ആണ്. ഒക്കെ നിങ്ങളൊരു നല്ലൊരു ലൈക്കും സപ്പോർട്ടും ഒക്കെ തരണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോസ്പെക്ട്സ് ഒരേ സമയത്ത് നമ്മളെടുത്ത് പറയാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ടൈം റെക്കോർഡിങ്ങിന് ഇരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തരിക. യെസ്, നമുക്ക് നേരെ ഇതിൽ ഇപ്പം ഞാൻ ഈ ഡിഗ്രിയുടെ പ്രോസ്പെക്ട്സിൽ പറഞ്ഞ കാര്യമൊന്നും ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ പറയാത്ത കാര്യങ്ങൾ മാത്രമേ ഇവിടെ റിപ്പീറ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാംസ് MA എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ദെൻ കൊമേഴ്സ് MCOM ഉണ്ട്, അതുപോലെ തന്നെ MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇത്രയാണ് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ്. ഓക്കെ, PGയുടെ കാര്യം വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഡ്യൂറേഷൻ 2 വർഷമായിരിക്കും, 4 സെമസ്റ്റർ വൈസ് ആ രീതിയിലാണ് വരിക. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ റൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിഗ്രിയിൽ പറഞ്ഞത് ഒക്കെ തന്നെ ഇതിന് സ്യൂട്ടബിൾ ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുക. MA എക്കണോമിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ
നിങ്ങൾക്ക് BA ഡിഗ്രി, അതായത് എക്കണോമിക്സിലോ ഫോറിൻ ട്രേഡിലോ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലോ എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫൈനാൻസോ അല്ലെങ്കിൽ എക്കണോമെട്രിക്സ് ഈ പറയുന്ന, അതുപോലെ തന്നെ എക്കണോമെട്രിക് ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റു ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MA എക്കണോമിക്സിലേക്ക് അപ്ലൈ ചെയ്യാം. 50% മിനിമം മാർക്ക് വേണം. ഇനി അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള CGPA ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. OBC അല്ലെങ്കിൽ OEC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% മാർക്ക് മതി. SC/ST PWBD കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ SC/ST ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ പറയുന്ന 70% മാർക്ക് മിനിമം വേണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 65% മതി. SC/ST ആണെങ്കിൽ ജസ്റ്റ് പാസ് ക്ലാസ് മതി. ഇനി അതും അല്ലെങ്കിൽ BCom ഡിഗ്രി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. SC/ST ആണെങ്കിൽ OBC OEC ആണെങ്കിൽ 5%, അതായത് 55% ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് പാസ് മതി. MA സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എനി ഡിഗ്രി ആണ് കേട്ടോ, എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് വേണം എന്നുള്ള കണ്ടീഷനാണ്. OBC OEC ആണെങ്കിൽ 45% മാർക്ക് മതി. SC/ST PWBD ആണെങ്കിൽ ജസ്റ്റ് പാസ്സായാൽ മതി. MA പൊളിറ്റിക്കൽ സയൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എനി ഡിഗ്രി തന്നെയാണ്. 50% മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. OBC OEC ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 5% റിലാക്സേഷൻ ഉണ്ട്, 45 മതി. SC/ST PWD ആണെങ്കിൽ പറയുന്ന പാസ് മാർക്ക് മതി. MA സോഷ്യോളജിയിലേക്കും എനി ഡിഗ്രിയാണ്, ജസ്റ്റ് ഏതെങ്കിലും ഡിഗ്രി മതി. നിങ്ങൾക്ക് ഏത് ഡിഗ്രി ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് അതിലേക്ക് PG എടുക്കാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 50% മാർക്ക് വേണം. OBC OEC ആണെങ്കിൽ അവർക്ക് 45% മതി. SC/ST ആണെങ്കിൽ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി. ഇനി MCOMലേക്ക് നിങ്ങൾക്ക് BCom കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ BBA കഴിഞ്ഞിരിക്കണം. ഓക്കെ, മുൻപ് BBS എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എന്നോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് സ്ഥാപനത്തിൽ നിന്നോ ഈ പറയുന്ന BBA അല്ലെങ്കിൽ BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ BCom BBA അല്ലെങ്കിൽ BBM അതല്ലെങ്കിൽ BBS കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മിനിമം 45% മാർക്ക് വേണം. OBC OEC ആണെങ്കിൽ അവർക്ക് 40% ഉള്ളവർക്കും, SC/ST PWBD ആണെങ്കിൽ ജസ്റ്റ് പാസ് മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ BCom ഓണേഴ്സ് അല്ലെങ്കിൽ BCom പ്രൊഫഷണൽ കഴിഞ്ഞവർക്കും BBA ഓണേഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് 50% മിനിമം മാർക്ക് വേണം. ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന 50% മാർക്ക് വേണം കേട്ടോ. അവിടെ റിലാക്സേഷൻ ഒന്നുമില്ല. ഓക്കെ, ഈ പറയുന്ന BCom ഓണേഴ്സ്, BCom പ്രൊഫഷണൽ, BBA ഓണേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് 50% മാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അതിൽ റിലാക്സേഷൻ ഇല്ല മാർക്കിൽ. MA അറബിക്കിലേക്ക് നിങ്ങൾക്ക് BA അറബിക്ക് അല്ലെങ്കിൽ അഫ്സലുൽ ഉലമ അല്ലെങ്കിൽ ഡബിൾ മെയിൻ വിത്ത് അറബിക്ക് അല്ലെങ്കിൽ BA ഫങ്ഷണൽ അറബിക്ക് അല്ലെങ്കിൽ ഡിഗ്രി എനിക്ക് ഈ പറയുന്ന അതല്ലെങ്കിൽ BA ഓർ BSc ഈ പറയുന്ന ഡിഗ്രി വിത്ത് അറബിക്ക് ഒക്കെ ആസ് എ കോമൺ കോഴ്സ് പാർട്ട് 3 ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ 50% മാർക്ക് വേണം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് മതി. PWD ആണെങ്കിലും OBC OEC ആണെങ്കിൽ അവർക്ക് 45% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ PGയുടെ യോഗ്യത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം അപ്ലൈ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫീ ഒക്കെ രജിസ്ട്രേഷൻ ഫീ 630, SC/ST ആണെങ്കിൽ അവർക്ക് 265 കൊടുക്കുക. അതർ ഫീസിൽ വരുന്നത് MAക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കീം എയും ബി ഒക്കെ നമ്മൾ ഡിഗ്രിയിൽ പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്താണ് സ്കീം എ, എന്താണ് സ്കീം ബി എന്ന് വ്യക്തമായിട്ട് നമ്മൾ ഡിഗ്രിയുടെ പ്രോസ്പെക്ട്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ തുടക്കത്തിൽ പോയി കാണുക. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ കൊണ്ടിട്ട് 2100 സ്കീം ബിക്ക് ആണെങ്കിൽ 2100 തന്നെ സെയിം എമൗണ്ട് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ ഇത് ഫോറിനേഴ്സിനുള്ളതാണ് ഡോളറിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കേണ്ട. MCom ഉള്ള വേണ്ടവർക്ക് സ്കീം എ ആണെങ്കിൽ 2100, സ്കീം ബി ആണെങ്കിൽ 2100 ആണ്. അതിൽ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളാണ്. സോറി, നമ്മൾ പറഞ്ഞത് മാറിപ്പോയി. ഇവിടെ കോഷൻ ഡെപ്പോസിറ്റ്സ് ആണ് പറയുന്നത് കേട്ടോ. ടോട്ടൽ എമൗണ്ട് ആണെന്ന് വിചാരിച്ചാൽ അങ്ങനെ പറഞ്ഞതാണ്. അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൽ. നമുക്കിതാ സ്കീം എ ആണെങ്കിൽ 1080, 1775, 2625 സ്കീം ബി ആണെങ്കിൽ 3625 വരും കേട്ടോ. ട്യൂഷൻ ഫീ കുറച്ച് ഹൈ ആണ് സ്കീം ബിയിൽ. അപ്പോൾ ഏകദേശം നമുക്കൊരു 1, 2, 5, 6, 8 രൂപ സംതിങ് ഒക്കെ നമുക്ക് ഏകദേശം വരും. ഓക്കെ, MCom ആണെങ്കിൽ ഏകദേശം അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞത് മാറി വരും. 2200 എന്ന കോഷൻ ഡെപ്പോസിറ്റ്സ് മാത്രമാണ് കേട്ടോ. ടോട്ടലാണെന്ന് വിചാരിച്ച് ലാസ്റ്റ് കള്ളിത്ത് അങ്ങനെ നോക്കി പറഞ്ഞാണ്, സോറി. അപ്പോൾ രണ്ടിൻ്റെയും നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്കൊരു 8 സംതിങ് ഒക്കെ വരും നമുക്ക് ഇനിഷ്യലി പേ ചെയ്യാം. പിന്നെ എക്സാം ഫീ നമുക്ക് വരും. എക്സാം ഉള്ള സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്കീം എക്ക് 265, ബിക്ക് 525. ഇത് MCom ആണെങ്കിൽ M ആണെങ്കിൽ സെയിം ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ഓൺവേർഡ്സ് നിങ്ങൾക്ക് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്ററിൽ വരുന്ന എമൗണ്ട് പറഞ്ഞാൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ടോട്ടൽ ഇവിടെയാണ് ടോട്ടൽ അങ്ങനെ കൊടുത്തത് 4200 ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് കൊടുക്കണം. സ്കീം ബി ആണെങ്കിൽ അത് 5250 കൊടുക്കണം.
M.Com ആണെങ്കിൽ സ്കീം എയിൽ 5250, സ്കീം ബി ആണെങ്കിൽ 6300 രൂപയും കൊടുക്കണം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളും മറ്റു ഫീ കൺസെഷനും ഈ സ്കീമിൻ്റെ കാര്യങ്ങളും ഒക്കെ സെയിം ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതൊക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇത് 2 നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ 2 ലിങ്ക് താഴെ തരും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഡിഗ്രീൻ്റെ തരും, അതുപോലെ ഓൺലൈൻ PGൻ്റെയും തരും. ഓക്കെ, അപ്പോൾ ഡിഗ്രിയുടെയും PGയുടെയും തരും. ഇനി അതല്ല ജസ്റ്റ് GeoCL എജുലാൻഡ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അങ്ങനെയും നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ നൗ എന്നുള്ളടത്ത് ഞാൻ തരും. നിങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് തരും, അതുപോലെ ഓൺലൈൻ PG എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഡിഗ്രി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരാം. കാലിക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2026 അധ്യയന വർഷത്തെ ഓൺലൈൻ ബിരുദ പ്രവേശനം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കാണാം. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10 വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്. ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയം അത്യാവശ്യം ഉണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിൻ്റെ അടുത്തുണ്ട്. സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് സമയമുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും മലയാളത്തിൽ നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്യാം കേട്ടോ. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രോസ്പെക്ട്സ് കിട്ടും. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ BA ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഓപ്പൺ ആക്കാം. BA ഹിസ്റ്ററി എന്നുള്ളത് ഓപ്പൺ ആക്കാം. BA ഹിസ്റ്ററിയിൽ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇതാണ് ഈ ഒരു പേജിലേക്കാണ് BA ഹിസ്റ്ററി ഓണേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എലിജിബിലിറ്റി ഒക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫീ സ്ട്രക്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. എല്ലാം ഓക്കെയാണ്, റീഡ് ചെയ്തു എങ്കിൽ നിങ്ങളത് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ അപ്ലൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഈ ഒരു പേജ് ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ഫ്രഷ് സ്റ്റുഡൻറ്റ് എന്നുള്ളത് കാണാം. ഓക്കെ, ഫ്രഷ് സ്റ്റുഡൻറ്റ് എന്നുള്ളതിൽ ഫസ്റ്റ് സെം എന്നുള്ളത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്താലൊക്കെ നമുക്ക് എന്താണ് സെക്കൻഡ് ഓൺവേർഡ്സ് അല്ലെങ്കിൽ തേർഡിൽ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നമുക്കിത് അവിടെ രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം. നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് സെം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഷെഡ്യൂൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്ലിക്കേഷൻ ഷെഡ്യൂൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് എത്ര അവിടെ ഉണ്ട് എന്നുള്ള ലെഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓരോ പ്രോഗ്രാമിൻ്റെയും എക്കണോമിക്സ് ഇതെല്ലാം കണ്ടോ 56 ദിവസം അല്ലേ, 88. ഓക്കെ, 88 തോന്നുന്നത്. എനിക്ക് ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ, അത്രയും ദിവസം ഇനിയും നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ നേരെ ഇവിടെ വ്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫസ്റ്റ് സെം എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ടോ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ല നിങ്ങൾ, ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പേജിലോടായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ അതൊക്കെ റീഡ് ചെയ്യാം. റീഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫോം ഇവിടെ വരും. ഈ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ പേര് ഇതൊക്കെ നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഫോൺ മെയിൽ ID കൊടുത്ത് OTP ഒക്കെ വെരിഫൈ ചെയ്ത് ആക്സെപ്റ്റ് എന്ന് കൊടുത്ത് അങ്ങനെ പോകണം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് 2 മാസം മുൻപ് ഇതിൻ്റെ ഒരു 3 മാസം മുൻപ് ഒരു നോട്ടിഫിക്കേഷൻ അതേമാതിരി ഓപ്പൺ ആയിരുന്നുണ്ടായിരുന്നു ഓൺലൈൻ ഡിഗ്രിയുടെ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഓക്കെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഒരു 3 മാസം മുൻപ് ചെയ്താണ്. 3 മാസം മുൻപ് ജസ്റ്റ് താഴോട്ട് നമുക്ക് നോക്കാം. 7 months നമ്മളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇങ്ങനെ വരിക കേട്ടോ. കുറച്ച് താഴോട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കാം, നമുക്ക് സൗകര്യമാവും. ഒരു 3 months ago ആണ് നമ്മൾ ചെയ്തത്. ഏകദേശം ഒരു ഇവിടെ ഉണ്ടാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പം കാണില്ല. ഓക്കെ, ഇതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ടോ നിങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തമ്പനിയിൽ നോക്കിയാൽ മതി. ഇവിടെ ഇതാണ് സംഭവം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ഡിഗ്രി ഓർ PG. ഇത് നമ്മൾ 3 മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. വീട്ടിലിരുന്ന് അങ്ങനെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതിനെക്കുറിച്ചിട്ടും DEB ID പ്രത്യേക ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടൈറ്റിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ABC ID DEB ID ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ DEB ID അതുപോലെ ABC ID ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത് ഞാൻ ഈ വീഡിയോയിൽ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ABC IDയും DEB IDയും ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കമൻ്റായിട്ടും ചോദിക്കുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഈ DEB ID ABC ID ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്തും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ടാവില്ലേ, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ കാര്യം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് PGൻ്റെതാണെങ്കിൽ അതുപോലെ സോഷ്യോളജിയാണ് സോഷ്യോളജി. ഇനി അടുത്തത് നമ്മൾ PGൻ്റെ ആണ്. PG നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇതിലേക്കാണ് വരിക. നിങ്ങൾക്ക് ബിരുദാനന്തര ഓൺലൈൻ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 10 വരെ സമയമുണ്ട്. നമുക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴേക്ക് വരിക. നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ കണ്ട നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുത്താൽ കിട്ടും. അപ്ലിക്കേഷൻ ഫോം MA സോഷ്യോളജി ആണോ വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ഏതാണോ വേണ്ടത് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കുന്നതായിരിക്കാം. പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന സമയത്തും കൂടെ കാണാം MA പൊളിറ്റിക്കൽ സയൻസ് ഇവിടെ വന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വന്നു. നമ്മളിവിടെ എന്ത് ചെയ്യുക, അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രഷർ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നമ്മൾ ന്യൂ യൂസർ രജിസ്ട്രേഷൻ കൊടുക്കുക. ഇനി അപ്ലിക്കേഷൻ ഷെഡ്യൂൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ലാസ്റ്റ് ഡേറ്റ് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ടാവും. അത് എൻഡ് ഡേറ്റ്. ഓക്കെ, എൻഡ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഉണ്ടോ 10/9/2026 കേട്ടോ. അതൊക്കെ 10/9/2026. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സമ്മന്ന് സെലക്ട് ചെയ്ത് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിച്ചൊന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തു തരും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചിലപ്പോൾ മെമ്പേഴ്സ് ഓൺലി ആയിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രം അത്തരം വീഡിയോസ് കാണാൻ പറ്റും. അത്തരം വീഡിയോസ് നമ്മൾ മെമ്പർഷിപ്പ് ഓൾറെഡി എടുത്ത് വെച്ചവരുണ്ട്. അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരം വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്